ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെറും 4 എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു കിടിലൻ റൊമാൻറ്റിക് ഡ്രാമയാണ്. ഇതിലേക്ക് കിടക്കുന്ന മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് യൂൻസു എന്ന നമ്മുടെ നായികയുടെ ഫോട്ടോ എടുക്കുന്ന സിയോൺ എന്ന നമ്മുടെ നായകനെയാണ്. ഇവർ രണ്ടുപേരും കുട്ടിക്കാലം തൊട്ടേ ഫ്രണ്ട്സ് ആണ്. യൂൻസു ആകട്ടെ ആൽബം സോങ്ങിനും മറ്റും ലിറിക് എഴുതുന്ന ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സിയോൺ ആകട്ടെ ഒരു ഫോട്ടോഗ്രാഫറും നാഷണൽ ലെവലിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആവാനായിരുന്നു അവന്റെ ആഗ്രഹം. യൂൻസു ആകട്ടെ തന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പോലും ഇവന്റെ അടുത്തേക്കാണ് വരുന്നത്. അതിന് സിയോൺ എപ്പോഴും അവളെ വഴക്ക് പറയും. നിനക്കിത് വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയി എടുത്താൽ പോരെന്ന് ചോദിക്കും. എന്നാൽ നീ എടുത്താലേ ശരിയാകൂ എന്നാണ് അവൾ എപ്പോഴും പറയുന്നത്. ഇവർ രണ്ടുപേർക്കിടയിലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ തവണ നമ്മൾ ട്രിപ്പ് പോയതിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇല്ലേ, അത് നിന്റെ കയ്യിലുണ്ടോ എന്ന്. എന്റെ അമ്മ കാരണം അതാകട്ടെ ഡിലീറ്റ് ആയി പോയി. നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ അതെനിക്ക് ഒന്നുകൂടി സെൻഡ് ചെയ്യണം. എന്നാൽ എന്റെ കയ്യിൽ അതൊന്നും ഇല്ലാന്നാണ് അവൻ പറയുന്നത്. നീ കള്ളം പറയുന്നതാ, നിന്റെ കയ്യിൽ എന്തായാലും ഉണ്ടാകാതിരിക്കില്ല എന്ന് പറഞ്ഞ് അവൾ അത് നോക്കാൻ തുടങ്ങുമ്പോൾ അവൻ പെട്ടെന്ന് പറയുന്നുണ്ട്, നിനക്കൊരു കമ്പോസറുമായിട്ട് അപ്പോയിന്റ്മെന്റ് ഇല്ലേ, നിനക്ക് പോകണ്ടേന്ന്. അയ്യോ ടൈം വൈകി എന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ തുടങ്ങി. എന്നാൽ പോകുന്നതിന് മുമ്പ് സിയോണിനോട് ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, ഞാൻ സുന്ദരിയാണോ എന്ന്. നീ അടിപൊളിയാണെന്ന് അവൻ പറയുന്നു. അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത് ആ ഒരു സ്റ്റുഡിയോന്റെ ഓണർ ഡോങ്ങിനെയും കാണുന്നുണ്ട്. ഇവരെല്ലാവരും കോമൺ ഫ്രണ്ട്സ് ആയിരുന്നു. ഡോങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിയോൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് യൂൻസു ആകട്ടെ കമ്പോസറെ കാണാൻ വന്നിരിക്കുന്നതാണ്. അയാളുടെ പേര് കാങ് എന്നായിരുന്നു. കമ്പോസ് ചെയ്തൊരു മ്യൂസിക്കിനെ പറ്റിയ ലിറിക്സ് എഴുതാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൾ ഓൾറെഡി അത് എഴുതി കൊടുക്കുകയും ചെയ്തു. അത് അപ്രൂവ് ആയോ ഇല്ലയോ എന്ന് ഇപ്പോൾ അറിയാം. എന്നാൽ അയാൾ വന്നിട്ട് ഇവളോട് പറയുന്നത്, നീ ഒരു സൈഡിൽ നിന്ന് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്നാണ്. ഇല്ലാന്ന് അവള് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം നിനക്ക് മനസ്സിലാകാതിരുന്നത്. എനിക്ക് വേണ്ടി ഇത് ഒരു സൈഡിൽ നിന്നും ഒരാളെ പ്രണയിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങളും വിഷമങ്ങളും ഒക്കെയാണ്. അതൊന്നും തന്നെ നിന്റെ ലിറിക്സിൽ നല്ല പോലെയില്ല. കാരണം നീ ആ പ്രണയം അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു മ്യൂസിക്കിനെ പറ്റി ലിറിക്സ് അല്ല നിന്റേത്. എന്തായാലും നീ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയധികം ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ ആൽബത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലിറിക്സ് എന്നോട് എഴുതാൻ പറഞ്ഞത്. അവൾക്ക് കുടിക്കാൻ അയാൾ ഒരു ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ടൈപ്പ് ജ്യൂസ് അവൾക്ക് ഇഷ്ടമേ ആയിരുന്നില്ല. എന്നാലും അവൾ സന്തോഷത്തോടെ അത് വാങ്ങിയിരുന്നു. തന്റെ ലിറിക്സ് ഇഷ്ടപ്പെടാതെ തന്നെ അവിടെ നിന്ന് അയാൾ പറഞ്ഞുവിടാൻ പോവുകയാണെന്ന് മനസ്സിലായതോടുകൂടി അവൾ അയാളോട് കെഞ്ചാൻ തുടങ്ങി. എനിക്ക് ഒരാഴ്ചത്തെ സമയം തരണം, ഞാൻ ഒന്നുകൂടി അത് എഴുതിക്കൊണ്ട് വരാമെന്ന് പറയുന്നു. അവൾ അങ്ങനെ കെഞ്ചുന്ന കണ്ടിട്ട് കഷ്ടം തോന്നിയിട്ട് അയാൾ പറയുന്നുണ്ട്, ശരി നിനക്ക് 2 ആഴ്ചത്തെ സമയം തരാം, അതിനുള്ളിൽ നീ എഴുതിയിട്ട് വരണമെന്ന്. ഇവിടെ സിയോണിന്റെ അടുത്ത് ഡാങ് പറയുന്നുണ്ട്, ഉടനെ തന്നെ നമ്മുടെ എക്സിബിഷൻ നടക്കുകയല്ലേ, നീ എല്ലാം റെഡിയാക്കിയൊന്ന്. എന്നാൽ സിയോൺ പറയുന്നു, ആ എക്സിബിഷൻ ഞാൻ പോസ്റ്റ്പോൺ ചെയ്യുകയാണെന്ന്. കാരണം എനിക്ക് ഒട്ടും കോൺഫിഡന്റ് ഇല്ല. ഞാൻ എടുത്തേക്കുന്ന ഫോട്ടോ എനിക്ക് തന്നെ നോക്കാൻ തോന്നുന്നില്ല. അതെങ്ങനെ ഞാൻ മറ്റുള്ളവരെ കാണിക്കുന്നത്. പക്ഷെ അതൊക്കെ നല്ലതാണെന്ന് ഡാങ് പറയുന്നു. എന്നാലും അവൻ പറയുന്നുണ്ട് അത് ശരിയാവില്ല എന്ന്. അവന് തന്റെ വർക്കിൽ ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവന് യൂൻസുന്റെ മെസ്സേജ് വരുന്നുണ്ട്, ഞാൻ തുടങ്ങി, നീ എപ്പോഴാ വരാൻ പോകുന്നതെന്ന് ചോദിച്ച്. അവർ സ്ഥിരമായിട്ട് ഒരു ഷോപ്പിൽ പോയിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു. ഒരു കപ്പിൾസ് നടത്തുന്ന ഷോപ്പാണത്. ഹാൻ എന്നും മാരി എന്നുമാണ് അവരുടെ പേര്. സിയോൺ അവിടേക്ക് കയറി ചെന്നത് മാരി പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ യൂൻസുവിന് റിജക്ഷനാ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് നീ ഒന്ന് പോയി ആശ്വസിപ്പിക്കാൻ. അവൾ ആകെ സങ്കടത്തില്ല. സിയോൺ പോയി യൂൻസുനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, ഇന്നത്തെ നിന്റെ വർക്ക് റിജക്ട് ചെയ്തു എന്ന്. ഇപ്പോഴത്തേക്ക് റിജക്ട് ചെയ്തിട്ടുള്ളൂ, 2 ആഴ്ചക്കകം ഒന്നുകൂടി അത് റീസബ്മിറ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്റെ വർക്കിൽ ഇമോഷൻ ഇല്ല, ഫീലിംഗ്സ് ഇല്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. വൺ സൈഡ് പ്രണയത്തിൽ അത്രയധികം ഇമോഷനും ഫീലിംഗ്സും എങ്ങനെ വരാനാ, എനിക്ക് ഇതുവരെ അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് അത് എഴുതാനും അറിയത്തില്ല. ഞാൻ അയാളുടെ കൈയും കാലും പിടിച്ചിട്ട് 2 ആഴ്ച കൂടി നീട്ടിയിട്ടുണ്ട്. എന്നാൽ ഇത് കേട്ട് സിയോൺ പറയുന്നുണ്ട്, എന്തിനാ നീ വെറുതെ അയാളോട് കെഞ്ചാനൊക്കെ നിന്നതെന്ന്. നിനക്ക് അയാളെ പറ്റി അറിയാത്തത് കൊണ്ടാ. അയാളുടെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമാ. അത്രയ്ക്ക് നല്ല കമ്പോസറാണ് അയാള്. പക്ഷെ ഈ വൺ സൈഡ് പ്രണയത്തിൽ എന്ത് ഇമോഷൻ വരാനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് കേൾക്കുമ്പോൾ സിയോൺ പറയുന്നുണ്ട്, വൺ സൈഡ് പ്രണയത്തിലെ ഇമോഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള കാര്യങ്ങൾ നാവൻ തുമ്പ് വരെ വന്നിരിക്കും. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ തന്നെ ഉള്ളിലേക്ക് ഇറക്കേണ്ടി വരും. എല്ലാ ഫീലിംഗ്സും ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കണം. അത് മുന്നിലുള്ള ആളോട് പറയാൻ പറ്റത്തില്ല. അത് വല്ലാത്തൊരവസ്ഥയാണ്. അവൻ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോ അവൾക്ക് മനസ്സിലായി ഇവൻ ഇതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാമെന്ന്. നീ ആൾ കൊള്ളാലോ, നിനക്കപ്പോ വൺ സൈഡ് പ്രണയം ഉണ്ടായിട്ടുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. അവൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ശരിക്കും സിയോൺ അമേരിക്കയിലായിരുന്നു അവന്റെ വർക്കുമായിട്ട്. ഇപ്പോൾ 2-3 ആഴ്ചത്തേക്ക് ഇവിടേക്ക് വന്നതാണ്. നീ വൺ സൈഡ് പ്രണയത്തെ പറ്റി ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് നിനക്ക് അമേരിക്കയിലെ ഏതോ പെൺകുട്ടിയോട് വൺ സൈഡ് പ്രണയം തോന്നിയ പോലാണല്ലോ എനിക്ക് തോന്നുന്നതെന്ന്. ഏതെങ്കിലും ഇംഗ്ലീഷുകാരി പെൺകുട്ടിയാണോ, അവളുടെ പേര് എലിസബത്ത് എന്നോ ജെനിഫർ എന്നോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് സിയോണിന് ദേഷ്യം വന്നിട്ട് അവൻ പറയുന്നുണ്ട്, ആ ജെനിഫർ എന്ന് തന്നെയാ, നീ അങ്ങനെ അങ്ങ് വിശ്വസിച്ചോളാൻ. എന്നാൽ നീ ആ കാര്യം എന്നോട് പറ, ആ ഇമോഷൻ എന്താണെന്ന് എന്നോട് പറ. അപ്പൊ എന്റെ വർക്കിനത് ഹെൽപ്ഫുൾ ആകും. അങ്ങനൊന്നും ഇല്ലാന്ന് അവൻ പറഞ്ഞെങ്കിലും അവളാകട്ടെ അവന്റെ പിറകെ തന്നെ കൂടിയിരിക്കുകയാണ്. അവൻ ഇനിയും അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ 2 ആഴ്ച കൂടി ബാക്കിയുണ്ട്. ഒരു കാര്യം ചെയ്യും, നീ അത്രയും ദിവസം എന്റെ വീട്ടിൽ വന്ന് നിൽക്കാനാണ് അവൾ പറയുന്നത്. നിന്റെ വീട് വളരെയധികം മോശമാണ്, നീ ഒട്ടും വൃത്തിയില്ലാതെയാണ് വീട് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിൽക്കില്ല എന്ന് സിയോൺ പറയുന്നു. നീ എന്തായാലും ആ ഡോങ്ങിന്റെ കൂടെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിലല്ലേ, അവിടെ ഒട്ടും തന്നെ സ്ഥലമില്ലല്ലോ. അവന്റെ കൂടെ നിൽക്കുന്നതിലും ഭേദം എന്റെ വീടാണെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നേരത്തും വഴിയിൽ വെച്ചു എല്ലാം തന്നെ അവൾ ഇങ്ങനെ തന്നെ പറയുകയായിരുന്നു, ഈ വൺ സൈഡ് പ്രണയത്തിൽ എന്താണുള്ളത്, ആരോടെങ്കിലും പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അത് പോയി പറയും. പിന്നെ അതൊരു ഡേറ്റിംഗിലേക്കാണ് പോകുന്നത്. കുറച്ചുനാൾ കഴിയുമ്പോൾ ചിലപ്പം ബ്രേക്കപ്പ് ആവും. അതിനകത്തൊക്കെ ഇമോഷൻസ് എനിക്കറിയാം. പക്ഷേ ഈ വൺ സൈഡ് പ്രണയത്തിൽ ഇമോഷൻ
സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അപ്പോൾ മഞ്ഞ് പെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് നന്നായിട്ട് തണുക്കുന്ന കാരണം തന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്കാർഫ് എടുത്ത് അവൾക്ക് ഇട്ട് കൊടുക്കുകയാണ് അവൻ. യഥാർത്ഥത്തിൽ നമ്മുടെ സ്യോണ് അവളെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് വൺ സൈഡ് പ്രണയത്തെ പറ്റി ഇത്രയധികം നന്നായിട്ട് പറയാൻ പറ്റുന്നത്. തന്റെ പ്രണയം അവളോട് തുറന്നു പറയാൻ ഇതുവരെ അവന് പറ്റിയിട്ടില്ല. ഇത്രയും നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ തുറന്നു പറഞ്ഞിട്ട് അവളത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ആ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കുമോ എന്നുള്ള പേടിയായിരുന്നു അവന്. അങ്ങനെ നടന്ന് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവരൊരിടത്ത് ഇരിക്കുന്നുണ്ട്. അവളാകട്ടെ അവനോട് പറയുന്നുണ്ട്, അടുത്ത ആഴ്ച തന്റെ എക്സിബിഷനായിട്ടും ഞാൻ നിന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ എന്ന്. എന്നാൽ അവൻ പറയുന്നുണ്ട് ഞാനത് പോസ്റ്റ്പോൺ ചെയ്തു എന്ന്. അതെന്താന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട് തന്റെ ഫോട്ടോസ് തനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല, എല്ലാം ഫേക്ക് ആയിട്ട് തോന്നുന്നു, ഒന്നും എനിക്ക് ജനുവനായിട്ട് തോന്നുന്നില്ല. അത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. നീ ഇതാലോചിച്ച് വിഷമിക്കേണ്ട, ആദ്യം നീ നിന്റെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്ത്. നീ കുറച്ച് റൊമാന്റിക് സിനിമയും ഡ്രാമയൊക്കെ കാണും. എപ്പോൾ നോക്കിയാലും ഈ സൂംബി സിനിമ മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ. അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നിനക്ക് എങ്ങനെയാണ് ഓൺസൈഡ് പ്രണയത്തിന്റെ വിഷമമൊക്കെ മനസ്സിലാകുന്നത്. അവനിങ്ങനെ പറയുന്നത് കേട്ടിട്ട് അവള് പറയുന്നുണ്ട്, ശരിക്കും നീ ഓൺസൈഡ് ആയിട്ട് പ്രണയിക്കുന്നത് ആരെയാണെന്ന്. ആ ജെനിഫറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ അവളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ നീ ഒന്ന് കാണിക്കൂ. എന്നാൽ നീ ഒന്ന് അടങ്ങിയിരിക്കുന്നതാണ് അവളോട് അവൻ പറയുന്നത്. എന്നാൽ അവൾ പിന്നെ അവനോട് പറയുന്നുണ്ട്, നീ ഈ ഓൺസൈഡ് പ്രണയമായിട്ട് നടക്കാതെ അവളോട് പോയി കാര്യം തുറന്നു പറ. എങ്ങനെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ എന്റെ അടുത്തേക്ക് വന്നാൽ മതി. നിന്റെ അടുത്തേക്ക് ഞാൻ എന്തിനാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഇത്രയും വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അതുകൊണ്ട് ഞാൻ നിനക്ക് എന്തായാലും ഒരു ബിയർ വാങ്ങിച്ചു തരാം, നിന്റെ വിഷമങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യാം. 20 വർഷത്തെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ അതെങ്കിലും ചെയ്യണ്ടേ. എന്നാൽ അവൻ പറയുന്നുണ്ട് 20 അല്ല 19 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന്. അങ്ങനെ വീണ്ടും നടന്ന് അവളുടെ വീടിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. വീടെത്തി കഴിയുമ്പോൾ അവള് പറയുന്നുണ്ട്, നിന്റെ ഫോട്ടോസ് ഒക്കെ നിനക്ക് ഫേക്ക് ആയിട്ട് തോന്നുന്നതിന്റെ കാരണം നീ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടാ, നീ നിന്റെ ഹൃദയം പറയുന്നത് കേൾക്കാത്തത് കൊണ്ടാ. അതുകൊണ്ട് ഇനി മുതൽ ഹൃദയം പറയുന്ന കേട്ട് റിയൽ ആയിട്ട് ജീവിക്കാൻ നോക്ക്. അതുപോലെ തന്നെ നിന്റെ ഫോട്ടോസും റിയൽ ആയി മാറും. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ നിന്റെ സ്ഥിരം പരിപാടി എടുത്ത് കുളിക്കാതെ സോഫയിൽ പോയി കിടന്ന് ഉറങ്ങാതെ മര്യാദയ്ക്ക് കുളിച്ച് ഫ്രഷ് ആകാൻ നോക്കുന്നു പറഞ്ഞിട്ട് അവളെ അകത്തേക്ക് പറഞ്ഞു വിടുന്നു. അവൾ എന്നാൽ നേരെ പോയി സോഫയിൽ വീഴുകയായിരുന്നു. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് സ്യോണ് ആ പെൺകുട്ടിയോട് തന്റെ പ്രണയം തുറന്ന് പറയാത്തതെന്ന്. അവനെ എന്തായിരിക്കും ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ഇവിടെ സ്യോൺ തിരിച്ച് തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് കുറച്ചു കഴിയുമ്പോൾ അവളുടെ മെസ്സേജ് വരുന്നു, നീ പറയുന്നത് അനുസരിച്ച് ഞാൻ കുളിച്ച് ഫ്രഷ് ആയി എന്ന് പറഞ്ഞിട്ട്. കൂടെ ഡോങ്ങിന്റെ മെസ്സേജും അവന് വരുന്നുണ്ട്, നീ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരണ്ട, എന്റെ ഗേൾഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, തൽക്കാലം നീ ഇന്ന് സ്റ്റുഡിയോയിൽ ഒന്ന് കിടക്കാൻ. വേറെ വഴിയില്ലാതെ സ്യോൺ ആകട്ടെ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. അവൻ അവിടെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്റെ സിസ്റ്റത്തിലെ ഫോട്ടോസ് എല്ലാം നോക്കാൻ തുടങ്ങി. യുൻസുന്റെ ഫോട്ടോസിൽ നിന്ന് കണ്ണെടുക്കാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു അവൻ. ആ സമയം അവൻ 4 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തെ പറ്റി ആലോചിക്കുന്നു. തന്റെ ഉള്ളിലെ പ്രണയം അവളോട് തുറന്നു പറയാൻ തീരുമാനിച്ചിരുന്ന ദിവസമായിരുന്നു. മാരിയുടെ ഹാൻഡിന്റെ ഷോപ്പിൽ വെച്ചിട്ട് അവർ ഒത്തുകൂടിയിരുന്നു. ഒരു വലിയ കോമ്പറ്റീഷനിലേക്ക് അവന്റെ ഫോട്ടോസ് എല്ലാം തന്നെ അവൻ അയച്ചിട്ടിരിക്കുകയാണ്. അതിൽ ടോപ്പ് 3 ലിസ്റ്റിൽ അവനും വന്നിട്ടുണ്ട്. ഇനി വിന്നർ ആരാണെന്ന് അറിയണം. ടോപ്പ് 3യിൽ നിന്നും ഫസ്റ്റ് പ്രൈസ് ആർക്കാണ് കിട്ടുന്നതെന്നുള്ള ആ ഒരു ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. തനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുവാണെങ്കിൽ എന്തായാലും തന്റെ പ്രണയം അവളോട് തുറന്നു പറയണമെന്നൊക്കെ വെച്ചിരിക്കുകയാണ് അവൻ. അവൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. അവന് തന്നെയായിരിക്കും ഫസ്റ്റ് പ്രൈസ് എന്ന് വിചാരിച്ചിരിക്കുന്നു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ അവന് സെക്കൻഡ് പ്രൈസ് ആണ് കിട്ടിയത്. അവൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം. ഫസ്റ്റ് പ്രൈസ് അവന് തന്നെയായിരുന്നു കിട്ടേണ്ടത്. മറ്റേ ഫോട്ടോ ഒന്നിനും കൊള്ളില്ല, ഇവന്റെ ഫോട്ടോയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തിൽ മദ്യപിക്കുകയാണ്. സ്യോണില്ലാത്ത വിഷമമായിരുന്നു യൂൻസുവിനുണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ ഒരു ബ്രേക്കപ്പ് സോങ് പ്ലേ ചെയ്യുന്നു. അത് കേട്ടതും അവൾ മാരിയോട് പറയുന്നുണ്ട്, ഈ സോങ് നിർത്താൻ. എനിക്കിത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. കാരണം ഇവൾ ആ ഇടയ്ക്കാകട്ടെ ഒരാളെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. അത് ബ്രേക്കപ്പ് ആയി. അയാൾ ഇവളെ ചീറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ ഇപ്പോഴും ഈ സോങ് ഒക്കെ കേൾക്കുമ്പോൾ അയാളെ ഓർത്തിട്ട് അവൾക്ക് വിഷമം വരാറുണ്ട്. ചീറ്റ് ചെയ്ത ഒരാളെ ഓർത്ത് നീ എന്തിനാ എത്ര വിഷമിക്കുന്നതെന്ന് മാരി ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, അയാൾ നല്ല ഹാൻഡ്സോ ആയിരുന്നു എന്ന്. ഇവളിങ്ങനെ പറയുന്നെല്ലാം കേട്ടുകൊണ്ടിരുന്ന മാരിയാകട്ടെ അവളോട് പറയുന്നുണ്ട്, നീ ഹാൻഡ്സോ എന്ന് പറയുന്ന നിന്റെ എക്സിനെക്കാളും എത്രയോ നല്ല ഹാൻഡ്സോ ആണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഈ സ്യോൺ. നിനക്ക് അവനെ ഡേറ്റ് ചെയ്തൂടെ? എന്നാൽ താനൊരിക്കലും സ്യോണിനെ ഡേറ്റ് ചെയ്യില്ല എന്ന് അവള് പറയുന്നു. അവൻ എന്റെ ഫ്രണ്ടാണ്. എന്നാൽ മാരി പറയുന്നുണ്ട്, ഞാനെന്തായി ഇരിക്കുന്ന ഹാനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, നിങ്ങളെ പോലെ തന്നെ. ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പിന് ശേഷമാണ് ഞങ്ങൾ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തത്. അതുപോലെ നിങ്ങൾക്കും പറ്റും. എന്നാൽ അവള് പറയുന്നുണ്ട്, എനിക്ക് ഇവനെ പ്രണയിക്കാൻ ഏറ്റവും കൂടുതൽ പേടി എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഞാൻ മറ്റാരെങ്കിലും പ്രണയിച്ച് അവരുമായിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എന്റെ വിഷമങ്ങൾ പറയാൻ ഇവനുണ്ട്. ഞാൻ ഇനി ഇവനെ പ്രണയിച്ച് ഇവനുമായിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്റെ ലൈഫിൽ ആരും ഉണ്ടാകില്ല. അങ്ങനെയൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവനെ പ്രണയിക്കാതിരിക്കുന്നതാ നല്ലത്. ഇപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഞങ്ങൾ എന്നും ഒരുമിച്ചുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ സൗഹൃദം എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാകും. നീ അതിൽ ഓക്കെ അല്ലേ എന്ന് അവള് ചോദിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് അവൻ അവളോട് പ്രണയം തുറന്നു പറയാനിരുന്നതാ. പക്ഷെ അവൾ ഇങ്ങനെയെല്ലാം പറയുന്ന കാരണം അതൊന്നും തന്നെ അവൻ തുറന്നു പറഞ്ഞില്ല. നീ പറഞ്ഞത് തന്നെ ശരി, നമ്മുടെ സൗഹൃദം എന്നും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. അന്നത്തെ അവളുടെ ആ വാക്കുകൾ കാരണം ഇന്നും അവന്റെ ഉള്ളിലെ പ്രണയം അവൻ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അവളുടെ ഫോട്ടോസ് എല്ലാം കണ്ടുകൊണ്ട് അവൻ അങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് രാവിലെ ആരോ ഡോർബെൽ അടിക്കുന്ന കേട്ടിട്ടാണ് യൂൻസ് ഞെട്ടി എഴുന്നേൽക്കുന്നത്. അവളാകട്ടെ വീട് മുഴുവൻ വൃത്തികേടാക്കിയിട്ടിരിക്കുകയായിരുന്നു. പോയി ഡോറ് തുറക്കുമ്പോൾ അത് മറ്റാരും അല്ല, സ്യോണായിരുന്നു. അവനൊരു ബാഗൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നീ എന്താ ഇത്രയും രാവിലെ ഇവിടെ ബാഗൊക്കെ ആയിട്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടേക്ക് താമസിക്കാൻ വന്നതാണെന്ന്. നീയല്ലേ എന്നെ ക്ഷണിച്ചത് 2 ആഴ്ചത്തേക്ക് ഇവിടെ വന്ന് നിൽക്കാൻ? നീ ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഡോങ്ങിന്റെ കാമുകി അവന്റെ വീട്ടിലുണ്ട്, അത് കാരണം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് നിൽക്കാൻ വേറെ സ്ഥലവും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. എന്നാൽ അന്നത്തെ മദ്യത്തിന്റെ ലഹരിയിൽ
വേണമെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും നീ ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാണ് അവള് പറയുന്നത്. നീയല്ലേ എന്നോട് പറഞ്ഞത് നിനക്ക് ലിറിക്സ് എഴുതാൻ ഒരു അസിസ്റ്റന്റിനെ വേണം, അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്ന് താമസമാക്കാൻ. ഇനിയിപ്പോ വന്ന സ്ഥിതിക്ക് നിന്നെ ഞാൻ സഹിച്ചല്ലേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ചേർന്നിട്ട് അവിടെയെല്ലാം ക്ലീൻ ആക്കാൻ തുടങ്ങി. അവനാകിട്ട് ആ വീടെല്ലാം വൃത്തികേടായി കിടക്കുന്ന കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിന്നോട് 100 തവണ പറഞ്ഞിട്ടില്ല ഇതൊക്കെ വൃത്തിയാക്കിയിടാൻ, എന്താ നീ കേൾക്കാത്തതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ എല്ലാം തന്നെ വൃത്തിയാക്കി. അവളാകട്ടെ എപ്പോഴും പുറത്തുനിന്നായിരുന്നു ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. വീട്ടിലൊന്നും തന്നെ കുക്ക് ചെയ്ത് കഴിക്കില്ല. നീ ഇങ്ങനെ പുറത്തുനിന്ന് എപ്പോഴും കഴിച്ച് വയറ് കേടാക്കാതെ മര്യാദയ്ക്ക് ഇവിടെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ അവൻ പറയുന്നുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് നല്ല ഫുഡും അവൻ കുക്ക് ചെയ്ത് കൊടുക്കുന്നു. അതൊക്കെ കഴിച്ചിട്ട് അവൾ ആകെ ഇംപ്രസ് ആയി. നീ യുഎസിൽ പോയിട്ട് നല്ലപോലെ കുക്കൊക്കെ ചെയ്യാൻ പഠിച്ചല്ലോ എന്നാണ് അവള് പറയുന്നത്. ഇതിന്റെ കൂടെ എന്തായാലും ഡ്രിങ്ക്സ് കൂടി വേണം, എന്നാലേ ഇത് സെറ്റ് ആവൂ. അവള് പോയി കുറച്ച് വൈൻ ഗ്ലാസസും ഡ്രിങ്ക്സും എടുത്തിട്ട് വരുന്നുണ്ട്. നിനക്ക് വൈൻ കുടിച്ച തലവേദന വരില്ലേ, പിന്നെന്തിനാ ഈ വൈൻ ഗ്ലാസ് ഇവിടെ വീട്ടിൽ വെച്ചിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അത് ഞാൻ ഈ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ സമയത്ത് അവിടെ ഒരു കൂടെ നിറയെ മാൻഡറിൻസ് ഇരിപ്പുണ്ടായിരുന്നു. ഇതെന്താ ഇത്രയധികം ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, അതെന്റെ അമ്മ നാട്ടിൽ നിന്ന് അയക്കുന്നതാ. എനിക്കിത് ഇഷ്ടമല്ലെന്ന് എത്ര തവണ അമ്മ എടുത്ത് പറഞ്ഞിട്ട് അമ്മ കേൾക്കുന്നില്ല. എല്ലാം ഇങ്ങോട്ട് തന്നെ കയറ്റി അയക്കും. നീ ഒരു ദിവസം 5 എണ്ണമെങ്കിലും വെച്ച് തിന്നിർത്തെങ്കിലേ അത് തീരൂ. അങ്ങനെ മദ്യപിച്ച് കുറെ കഴിയുമ്പോൾ അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീ സ്നേഹിക്കുന്ന ജെനിഫറിന്റെ ഫോട്ടോ ഉണ്ടോ എന്ന്. എന്റെ ഫോട്ടോ ഒന്നും ഇല്ലാന്ന് അവൻ പറയുമ്പോൾ, ഒരു ഫോട്ടോഗ്രാഫറായിട്ട് നീ എന്താ ഫോട്ടോ പോലെ എടുത്ത് വെക്കാത്തെന്നാണ് അവള് ചോദിക്കുന്നത്. അതൊക്കെ പോട്ടെ, നീ എന്തുകൊണ്ടാണ് നിന്റെ പ്രണയം ഇതുവരെ അവളോട് തുറന്നു പറയാത്തെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അവളെന്നെ റിജക്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ടല്ല, അവളെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാ ഞാൻ പറയാത്തത്. അതൊക്കെ വിട്, നിന്റെ ലൈഫിൽ ഇപ്പൊ ആരും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആരും ഇല്ല എന്നാണ് അവള് പറയുന്നത്. ആ സമയത്ത് അവളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അവൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവൾ നേരത്തെ കാണാൻ പോയ ആ കമ്പോസർ കാങ് ഇൻസ്റ്റഗ്രാമിൽ എന്തോ ഫോട്ടോ ഇട്ടതാണ്. അയാളുടെ നായ്ക്കുട്ടിയുടെ കൂടെയുള്ള. എന്ത് ക്യൂട്ടാണ്, എന്ത് രസമാണ് കാണാനെന്നൊക്കെ അവള് പറയുന്നു. ഈ ഫോട്ടോയ്ക്ക് എന്തായാലും ലൈക്ക് കൊടുക്കണം. എന്നിട്ട് അയാളുടെ പ്രൊഫൈലൊക്കെ കയറി നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇയാളുടെ എന്റെ ടേസ്റ്റ് ഒരുപോലെയാണല്ലോ എന്ന്. ഇയാളുടെ കയ്യിലുള്ള ഹെഡ്ഫോൺ എന്റെ കയ്യിലും ഉണ്ട്. ഇവൾ ഇങ്ങനെയൊക്കെ അയാളെ കുറിച്ച് പറയുന്ന കേട്ടപ്പോൾ നമ്മുടെ സോണിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അയാളുടെ ഫോട്ടോയ്ക്ക് ലൈക്ക് ചെയ്തൊന്നും തന്നെ അവൻ ഇഷ്ടപ്പെട്ടിട്ടുമില്ല. മറ്റൊരാളുടെ ഫോട്ടോ ക്യൂട്ടാണെന്നൊക്കെ അവൾ പറഞ്ഞത് കേട്ട് അവൻ നല്ല ജലസാകുന്നുണ്ടായിരുന്നു. അങ്ങനെ മദ്യപിച്ച് രണ്ടുപേരും ഓവറായി. യുൻസു ആകട്ടെ തറയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുകയാണ്. എനിക്ക് തല കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. നീ പോയി റൂമിൽ പോയി കിടന്നുറങ്ങാൻ അവൻ പറഞ്ഞെങ്കിലും ഇല്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ കിടന്നു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ തണുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെയും പിടിച്ച് അവിടെ കിടത്തിയിട്ട് കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അങ്ങോട്ട് മാറിക്കിടക്കുന്നു പറഞ്ഞിട്ട് അവളെ പലതവണ അവൻ മാറ്റിക്കിടത്താൻ നോക്കിയെങ്കിലും അവളാകട്ടെ വീണ്ടും വീണ്ടും അവനോട് ചേർന്ന് കിടക്കുകയായിരുന്നു. അവന്റെ ഉള്ളിൽ അവളോട് അത്രയധികം പ്രണയം കിടക്കുന്ന കാരണം അവളിങ്ങനെ ചേർന്ന് കിടക്കും തോറും അവന്റെ ഉള്ള ഫീലിങ്സ് കൂടി വരികയായിരുന്നു. അങ്ങനെ തന്നെ രാവിലെ വരെ കിടന്നു. രാവിലെ അവൻ കണ്ണു തുറക്കുമ്പോൾ അവൾ തന്നോട് ചേർന്ന് തന്നെ കിടക്കുകയാണ്. അവളുടെ കണ്ണിലേക്കും ചുണ്ടിലേക്കും ഒക്കെ അവൻ നോക്കുന്നുണ്ട്. എന്നിട്ട് തനിയെ പറയുന്നുണ്ട്, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുവെന്ന്. അവനത് പറഞ്ഞു തീർന്നതും അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി. താൻ പറഞ്ഞത് അവൾ കേട്ടോ എന്നായിരുന്നു അവന്റെ പേടി. ആ ഷോട്ട് അവിടെ കട്ടായിട്ട് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അന്ന് പ്രണയം തുറന്നു പറയാൻ തീരുമാനിച്ച ദിവസം ഇവളാകട്ടെ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവനെ താൻ ഫ്രണ്ടായിട്ട് മാത്രമേ കാണൂ, ഒരിക്കലും പ്രണയിക്കില്ല എന്ന്. അതൊക്കെ ആലോചിച്ച് അവൻ പുറത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ട് കുറെ ഗിഫ്റ്റ്സ് ഒക്കെ അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ നേരത്തെ എന്നോട് എന്തോ പറയണമെന്ന് പറഞ്ഞില്ലായിരുന്നു, അതെന്താണെന്ന്. ഒന്നുമില്ല, നീ അധികം മദ്യപിക്കണ്ടെന്നൊക്കെ ഞാൻ പറയാനിരുന്നതാ, അതുകൊണ്ട് നിന്റെ ഹെൽത്ത് ഒക്കെ നോക്കണമെന്ന്. നീ കോമ്പറ്റീഷനിൽ സെക്കൻഡ് പ്രൈസ് വന്ന സ്ഥിതിക്ക് എനിക്ക് എന്തായാലും മദ്യപിച്ചേ പറ്റൂ എന്നും പറഞ്ഞിട്ട് അവൾ വീണ്ടും മദ്യപിക്കാൻ പോയി. അവിടെയാണ് ഈ 1ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ബാക്കിയുള്ള എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.